ഹലോ ഹായ് നമസ്കാരം എൻ്റെ ഡിയർ വ്യൂവേഴ്സ്. അപ്പോൾ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ തിരക്കിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഞാനിന്ന് ഋഷിക്കൂട്ടിൻ്റെ സ്കൂളിൽ അവരുടെ ആനുവൽ ഡേയുടെ പ്രോഗ്രാമാണ്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ ഓടി പോവുക കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് തിരുവനന്തപുരം സിറ്റിയുടെ ആ ഒരു മനോഹാരിതയും അതുപോലെ ആ തിരക്കും ഒക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബേക്കറി ജംഗ്ഷനാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ടാഗോർ തിയേറ്ററിലാണ്. അത് വഴുതക്കാടാണ് കേട്ടോ. ഞാൻ ഇന്ന് ഓട്ടോയിൽ പോയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വഴുതക്കാട്. ഇപ്പോൾ നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടാഗോർ തിയേറ്റർ. അപ്പോൾ അങ്ങോട്ട് കയറുവാണേ. ടാഗോർ തിയേറ്ററിൽ വന്നിട്ടില്ലാത്തവർക്ക് അതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ സ്കൂളിൻ്റെ പ്രോഗ്രാമിൻ്റെ ഒരു ബാനർ വെച്ചിട്ടുണ്ട്. സ്മാർട്ട് സ്കൂൾ സ്പെക്ട്ര 2K25 എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഋഷിക്കൂട്ടൻ ഇപ്പോൾ നഴ്സറിയിലാണ്. ഇവരുടെ സ്കൂള് കുമാരപുരത്തുണ്ട്. സ്മാർട്ട് കിഡ്സ് ഇൻ്റർനാഷണൽ എന്നാണ് സ്കൂളിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ പോയത്. കാരണം ഋഷിക്കൂട്ടിന് ഏകദേശം ഒരു 3.5 വയസ്സേ ഉള്ളൂ. അപ്പം അവൻ ആ സ്റ്റേജിൽ പോയി നിന്ന് കളിക്കുകയോ ഇല്ലയോ എന്നൊന്നും ഒരു പിടിയില്ലായിരുന്നു. കാരണം ലാസ്റ്റ് ടൈം ഇതുപോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റേജിൽ പോയിട്ട് ആൾ അനങ്ങാതെ നമ്മുടെ അച്യുതാനന്ദൻ സാറ് നിൽക്കുന്ന കണക്ക് ഒറ്റ നിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ടാഗോർ തിയേറ്ററിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ നല്ലൊരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു 3:45 ആയി ഞാൻ എത്തിയത്. അപ്പോൾ ഇതേ നമ്മുടെ ടാഗോറിൻ്റെ ഒരു ചെറിയ സ്റ്റാച്ചു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻട്രൻസ് കേട്ടോ. അപ്പം സ്റ്റേജൊക്കെ ഒരുവിധം ഡെക്കറേറ്റായി ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളായിരുന്നു. ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിട്ടായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് നല്ല കളർഫുള്ളായിരുന്നു. കാരണം LED വോളും അതിൻ്റെ ഒരു എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനായിരുന്നു. മാത്രമല്ല ഒരു 10-200 പേർക്ക് ഇതിനകത്ത് ഇരിക്കാനുള്ള ഒരു സീറ്റൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വെൽക്കം സ്പീച്ചോടുകൂടി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ടായിരുന്നു കേട്ടോ. ഒരു ടീച്ചർ വന്ന് നല്ലൊരു വെൽക്കം സ്പീച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയമായപ്പോഴത്തേന് ജാനിയും വിഷ്ണുവിൻ്റെ അമ്മയും എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരും കൂടിയായിരുന്നു ഋഷിക്കൂട്ടിൻ്റെ ഡാൻസ് കാണാനായിട്ട് വന്നത്. ഒപ്പം എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ, ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ കൂടെയുള്ള ആളാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ മക്കളുടെ ഡാൻസൊക്കെ കാണാനായിട്ട്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അവരുടെ ഒരു ഇൻട്രോ സോങ് ആയിരുന്നു, ഒരു വീഡിയോ സോങ് ആയിരുന്നു. അപ്പോൾ അതിൽ സ്പെക്ട്ര 2025 എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കുട്ടികളുടെയൊക്കെ ഒരു വിഷ്വൽസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇൻട്രോ സോങ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഡാൻസ് എന്ന് പറയുന്ന ഒരു വെൽക്കം ഡാൻസ് ആയിരുന്നേ. അപ്പോൾ ഗണപതിയുടെ ഒരു സോങ് ആയിരുന്നു. അപ്പോൾ ഇതൊരു കുഞ്ഞു മക്കൾ, അതായത് LKG UKGയിലെ പിള്ളേരാണ്. അപ്പോൾ അവർ നല്ല രസമുണ്ടായിരുന്നു. അവരുടെ കോർഡിനേഷനൊക്കെ വലിയവർ കളിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് നല്ല കോർഡിനേഷനായിരുന്നു. നല്ല ഭംഗിയായിട്ട് അവരുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നാനിമാരാണ് അവരെ നോക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സോങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്തത് കുഞ്ഞു മക്കൾ കേട്ടോ, അതായത് ഏകദേശം പ്ലേ സ്കൂളിലുള്ള കുട്ടികൾ. അപ്പോൾ അവരുടെ ഡാൻസായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലക്ഷ്മിയുടെ മോൻ്റെ ഡാൻസ്. അതും കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ഡാൻസ് മാറി മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഋഷിയുടെ ഡാൻസ് കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം ആൾ ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ മോനെ കൊണ്ട് വിട്ടതായിരുന്നേ ഈ ടാഗോർ തിയേറ്ററിൽ. അപ്പോൾ ഏകദേശം ഒരു സമയം എനിക്ക് തോന്നുന്നൊരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇത്രയും നേരമായിട്ട് അവനെ കാണുന്നില്ല. എന്തവസ്ഥയിലായിരിക്കും, എങ്ങനെയായിരിക്കും പിള്ളേർ ഇത്രയും ക്ഷമയോടെ അവരെങ്ങനെ ഇരുത്തും, നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷേ ഈ അതേസമയം നമ്മൾ ഇവരുടെ ഈ മക്കളുടെ ഡാൻസൊക്കെ കണ്ടിരിക്കാനും നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മിസ് ചെയ്യാതെ വീഡിയോയിൽ ഇങ്ങനെ പകർത്തുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ LKG UKG കുട്ടികളുടെ ഗ്രാജുവേഷൻ ഫംഗ്ഷനും ഇതിൻ്റെ ഇടയിൽ കൂടെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹീറോ ഇങ്ങനെ എത്തി കേട്ടോ. അവനാണ് ഈ ഫ്രണ്ടിൽ രണ്ടാമത് നിൽക്കുന്ന ആളാണ്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ടാമത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവൻ കളിക്കുന്നത് കണ്ടിട്ട് ഞാനൊന്ന് അതിശയിച്ചു. കാരണം കഴിഞ്ഞ തവണ സ്റ്റില്ലായിട്ട് നിന്ന ആളാണ്, ഇത്തവണ നല്ല സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. അവൻ്റേതായ ഒരു സ്റ്റൈലൊക്കെ അവൻ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി. അപ്പോൾ അവൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറൊരു ഇതിലിടുന്നുണ്ട് കേട്ടോ, വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് ജസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു മോൻ്റെ പാട്ട്, അതൊന്ന് ജസ്റ്റ് നമുക്ക് കേട്ട് നോക്കാം കേട്ടോ.
അപ്പോൾ ഈ മോൻ്റെ പാട്ട് കേട്ടിരിക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. എന്നാൽ നല്ലൊരു പാട്ടുമായിരുന്നു. ആ മോൻ നല്ല താളത്തിലൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതേ വീണ്ടും LKG UKG പിള്ളേരുടെ ഒരു നല്ല കിഡിലൻ ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ഒട്ടും മോശമല്ലാതെ തന്നെ അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ഒട്ടും മോശമല്ല കേട്ടോ. അവരായിരുന്നു ഈ കുട്ടികളുടെയൊക്കെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവരെ സമ്മതിക്കണം. ഇത്രയും നേരമായിട്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇവിടെ പിടിച്ചിരുത്തി ഈ ഡാൻസൊക്കെ പഠിപ്പിച്ച് ശരിക്കും അവർക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ നന്ദി പറയുവാണ്. കാരണം ഈ പ്രോഗ്രാം ഇത്രയും സക്സസ്ഫുള്ളാക്കിയത് അവർ തന്നെയാണ്. ഇങ്ങനെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു DJ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെയൊക്കെ. അതിലും ഋഷിക്കുട്ടൻ തകർത്തിരുന്ന് കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അവനൊരു 9:30 മണിയായപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ ശരിക്കും ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം അവൻ ഇത്രയും ചെയ്യുമെന്നൊരു എക്സ്പെക്റ്റേഷനും ഇല്ലായിരുന്നു. അപ്പം അവൻ കളിച്ചൊക്കെ കണ്ട് അവൻ്റേതായ സ്റ്റൈലിലൊക്കെ കളിച്ച് കണ്ടതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ ഋഷിക്കുട്ടൻ്റെ ആനുവൽ ഡേയുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.